Hi dears, welcome back to my YouTube channel. ഇന്ന് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ളൊരു ക്യാൻഡിൽ ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ഇതുപോലെ പെയിൻറ്റ് തീർന്ന ഒരു സ്പ്രേ പെയിൻറ്റ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതിന് പകരം സാധാരണ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് കവർ ചെയ്തെടുത്താലും മതിയാകും. പെയിൻറ്റ് അടിക്കുമ്പോൾ പെയിൻറ്റ് നന്നായിട്ട് ഒട്ടിയിരിക്കാനും അതുപോലെ തന്നെ വേഗത്തിൽ പെയിൻറ്റ് ഉണങ്ങി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഓരോ ലെയറായിട്ട് മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്പ്രേ പെയിൻറ്റ് ബോട്ടിലിന് പകരം ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ മതിയായിരിക്കും. ഏതെങ്കിലും ക്യാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഫുള്ള് ബോട്ടിലൊന്ന് കവർ ചെയ്തെടുത്തു. ഇനി ഒരു ഗ്രേ കളറ് പേൾ കളറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് മാസ്കിൻ ടേപ്പിന് പുറമെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേൾ കളറിന് പകരം സിൽവർ പൗഡറും അതുപോലെ തന്നെ മീഡിയം മിക്സ് ചെയ്തടിച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് ഡാർക്കായിട്ടൊരു കളർ കിട്ടും. ഇപ്പം തൽക്കാലം ഈ ഒരു കളറായാലും നമുക്കിവിടെ മതി, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു ക്രൗൺ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന അതിൽ നിന്നും ഫ്ലവറിൻ്റെ വലിപ്പം കൂടുതലായിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്ന പെറ്റൽസാണ്. ഇത് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബോട്ടിലിൽ ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഈ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗ്ലൂഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇതളിൻ്റെ പിറകിൽ മറ്റൊരു ഇതൾ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പെറ്റൽസ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെൻട്രലായിട്ട് സിൽവർ പോളനാണ് വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് ഗ്ലൂഗൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ലെയറായിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ ഗ്ലൂഗൺ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലവർ റെഡിയായി. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡിൻ്റെ ഭാഗം കണ്ടിച്ച് കളഞ്ഞു. ഇനി ഇതുപോലത്തെ സിൽവർ 3 ലീവ്സ് ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും അന്ന് ക്രൗൺ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരുന്ന ലീവ്സാണ്. ഇനി ഇതുപോലത്തെ ഫ്രൂട്ട് നെറ്റാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് ബോട്ടിലിന് പുറമെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു നെറ്റിൻ്റെ പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചപ്പോൾ കുറച്ച് മുഴച്ച് നിന്ന ഭാഗം ഒന്ന് കത്രിക കൊണ്ടൊന്ന് ട്രിം ചെയ്തെടുത്തു. ഇനി വേറൊരു ഫ്രൂട്ട് നെറ്റ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഒരു സിൽവർ ലേസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കുറേ നാൾ അതായത് ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് കയ്യിലുള്ള ഒരു ലേസാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ലേസാണ്. വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഞാനിവിടെ ഒരു വൈറ്റ് സിൽവർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലേസ് കംപ്ലീറ്റ് ആയിട്ട് 3 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫ്ലവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒരു LED ലൈറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.